എല്ലാവർക്കും പായ്ക്കാപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരാൾ ചോദിച്ചു, പുള്ളിക്കാരൻ എക്സ്പോർട്ടർ ഒരു FOB ആയിട്ടാണ് ഷിപ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബയ്യർക്ക് എപ്പോഴാണ് ബില്ല് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ FOB ആകുമ്പോഴത്തേക്കും കപ്പലിലേക്ക് ഓൺ ബോർഡ് ചെയ്യുന്നവരെയല്ലേ എൻ്റെ റിസ്ക് വരുന്നത്, എൻ്റെ കോസ്റ്റ് വരുന്നത്. കപ്പലിലേക്ക് ഓൺ ബോർഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ഫ്ലൈറ്റ് കാര്യങ്ങളെല്ലാം എടുക്കുന്നത് ബയ്യറല്ലേ. അപ്പോൾ എപ്പോഴാണ് ഞാൻ ബില്ല് കൊടുക്കേണ്ടത്, കപ്പലെ ഓൺ ബോർഡ് ചെയ്യുമ്പോഴേ തന്നെ ബില്ല് അദ്ദേഹത്തിന് കൊടുക്കണമെന്നൊക്കെ ചോദിച്ചു. എന്താണ് നിങ്ങളുടെ ആൻസർ അല്ലേ? അപ്പോൾ തന്നെ കൊടുക്കണോ? എന്താണ് ചെയ്യേണ്ടത് അവിടെ? അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. നമ്മൾ FOB ആണെങ്കിൽ എന്ത് ഇൻകോട്ടയം ആണെങ്കിലും നമ്മുടെ കാർഗോയുടെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് അത് എപ്പോൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുള്ളത് ഡിപ്പെൻഡ്സ് ഓൺ ദ സെയിൽസ് കോൺട്രാക്റ്റാണ്. നമ്മൾ ആദ്യം വയ്ക്കുന്ന പർച്ചേസ് ഓർഡറിൽ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് എപ്പോഴാണ് ഈ ഒരു ഡോക്യുമെൻറ്റ്സ് കൊടുക്കേണ്ടതെന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. നമുക്ക് പേയ്മെൻറ്റ് ടേംസ് ഉണ്ട്, പലതരം പേയ്മെൻറ്റ് ടേംസ് ഉണ്ട്. LC ഉണ്ട്, DA ഉണ്ട്, അങ്ങനെ പലതരം പേയ്മെൻറ്റ് ടേംസ് ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ. ഇൻകോട്ടൈംസ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ കൊമേഴ്ഷ്യൽ ടേംസ് ആണ്. അത് കാർഗോയുടെ ഓണർഷിപ്പ് കാണിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അല്ല. താങ്ക് യു.